എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ്. ഇന്ന് അതുകൊണ്ട് തന്നെ സൂര്യോദയത്തിന് മുമ്പായി കുളിച്ച് ശ്രീ ഗുരുവായൂരപ്പനെ വണങ്ങിയതിന് ശേഷമാണ് ഇന്നത്തെ ദിവസം ആരംഭിച്ചത്. നമ്മളിവിടെ രാവിലെ എല്ലാവരും കുളത്തിലാണ് കുളിക്കാറ്. രാവിലെ തന്നെ വിളക്ക് കത്തിച്ച് വെച്ചു. വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് നമ്മൾ ഗുരുവായൂർ ഏകാദശിയായി ആചരിക്കുന്നത്. രാവിലെ തന്നെ ദേവാലയത്തിൽ അഭിഷേകം ചെയ്ത തീർത്ഥം സേവിച്ചതിന് ശേഷം തുളസിയിൽ ഒഴിക്കുന്നു. ഗുരുവായൂർ ഏകാദശി ദിവസം ഉണ്ണികൃഷ്ണൻ്റെ പ്രതിഷ്ഠാദിനം കൂടിയാണ്. ഗുരുവായൂരിൽ അതും ആഘോഷിച്ചു വരുന്നുണ്ട്. അതുപോലെ നാരായണീയം എഴുതി സമർപ്പിച്ച ദിവസം കൂടിയാണ് ഇന്ന്. രാവിലെ നിവേദ്യം കഴിച്ച നേന്ത്രപ്പഴമാണ് നമ്മളിന്ന് ആദ്യം തന്നെ കഴിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പാചകത്തിലേക്ക് കിടക്കാം. ഏട്ടനും കുട്ടികൾക്കും ഇന്ന് സ്കൂളിൽ പോകണം. അതുകൊണ്ട് അവർക്കിന്ന് ഏകാദശി ഇല്ല. അതുകൊണ്ട് രാവിലെ തന്നെ അവർക്ക് വേണ്ടി ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് പരിപ്പ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാബേജും ക്യാരറ്റും വെച്ചൊരു തോരൻ ഉണ്ടാക്കി. പിന്നെ അവർക്ക് ഉള്ളിയും തക്കാളിയും കൂടി ഒരു ചമ്മന്തി അരച്ചു. നമ്മളിന്ന് ഏകാദശി ദിവസം ഉള്ളി, കപ്പക്ക, വെളുത്തുള്ളി, നെല്ലിക്ക, അരി ഭക്ഷണം അങ്ങനെയൊന്നും കഴിക്കാറില്ല. അതുപോലെ പപ്പടം അങ്ങനെയൊന്നും കഴിക്കാറില്ല. ചിലർ ഉപ്പ് കൂടി ഇന്നത്തെ ദിവസം ഉപേക്ഷിക്കും. പക്ഷെ നമ്മൾ ഉപ്പിടാറുണ്ട് കറിയിലൊക്കെ. ഓരോ 15 ദിവസം കൂടി വരുമ്പോഴുള്ള ഏകാദശി, അതായത് ഒരു മാസത്തിൽ 2 ഏകാദശിയുണ്ട്. ഇവിടെ അച്ഛനും അമ്മയും അതെല്ലാം എടുക്കാറുണ്ട്. ഞാൻ വിശേഷ ഏകാദശി മാത്രമേ എടുക്കാറുള്ളൂ. രാവിലെ മോൾക്ക് ദോശ റെഡിയായിട്ടുണ്ട്. അതിൻ്റെ കൂടെ കോളിഫ്ലവർ കറിയും. അവർക്ക് വേണ്ട ഫുഡൊക്കെ റെഡിയാക്കി കൊടുത്തതിന് ശേഷം അടുപ്പൊക്കെ തേച്ച് ശുദ്ധാക്കിയതിന് ശേഷം നമുക്കിന്ന് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കിയത്. ഇന്നത്തെ ദിവസം നമ്മൾ സാധാരണ എടുക്കുന്ന പ്ലേറ്റിലൊന്നും ഭക്ഷണം കഴിക്കാറില്ല. ഇലയിലാണ് ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അതുതന്നെ ഗോതമ്പ് ദോശയും വെല്ലവും കുറച്ച് ചക്ക വരട്ടിയതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഗോതമ്പ് ദോശയ്ക്ക് വെല്ലം കൂട്ടി കഴിച്ച് നോക്കിയിട്ടുണ്ടോ? അതുപോലെ ചക്ക വരട്ടിയത് നല്ല കോമ്പിനേഷനാണ് അത്. ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം ഇതാണ്. റവ ഉപ്പുമാവ് പോലെ ഉണ്ടാക്കിയതാണ്. തേങ്ങ ഇടാതെ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ മോരും ഉപ്പും കൂട്ടി ചോറ് പോലെ കഴിക്കാൻ പറ്റും. ഇന്നത്തെ ദിവസം ഫ്രൂട്ട്സ് കഴിക്കാം. അതുകൊണ്ട് ഓറഞ്ചാണ് കഴിക്കുന്നത്. അതുപോലെ വൈകുന്നേരത്തേക്ക് നമ്മളിവിടെ തന്നെ ഉണ്ടായ ചെറുപഴമുണ്ട്. ചെറുപഴം കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഗ്ലാസ് ചായയും നേന്ത്രപ്പഴം ചെറുതായി മുറിച്ച് വെല്ലപ്പാവിലിട്ട് വെച്ചതുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ഈവനിങ് സ്നാക്സ്. ഏകാദശി ദിവസം ഒരു നേരം എല്ലാവരും ഗോതമ്പാണ് കഴിക്കാറ്. അത് കുട്ടികളും അങ്ങനെ തന്നെ കഴിക്കാറ്. നമ്മളിന്ന് രാത്രി ഭക്ഷണം അതുകൊണ്ട് തന്നെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചപ്പാത്തിയും അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ്, ക്യാപ്സിക്കം വെച്ചിട്ടൊരു കറിയും ക്യാരറ്റൊക്കെ ഇട്ട് ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൂടെ 2 കക്കിരിക്ക കൂടി കഴിച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ ദ്വാദശി പാരണ കഴിച്ച്, അതായത് നമ്മൾ മലരോ നെല്ലിക്കയോ കഴിച്ച് വേണം നമ്മുടെ വ്രതം അവസാനിപ്പിക്കേണ്ടത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഏകാദശി ദിന ഭക്ഷണക്രമങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. താങ്ക് യു.